മാസ്റ്റർ കീയുടെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന ടോപ്പിക്കായ ട്രാൻക്വിലൈസേഴ്സ് ആണ്. സോ എന്താണ് ഡെഫിനേഷൻ, ട്രാൻക്വിലൈസേഴ്സ് ഡ്രഗ്സ് ഏതൊക്കെയാണ്, അതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് എൻ്റെ സൈഡ് എഫക്റ്റുകൾ, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. Tranquilizers are used primarily for the treatment of the symptoms of mental disease. അതായത് മെന്റൽ ഡിസീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത സിംറ്റംസുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നവയാണ് ട്രാൻക്വിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സെഡേഷൻ ഉണ്ടാക്കുന്നു, എന്നാൽ നമ്മൾ എന്തിലോട്ട് പോകുന്നില്ല, സ്ലീപ്പിലോട്ട് പോകുന്നില്ല. നമ്മൾ സെഡേറ്റീവ്സ് ആൻഡ് ഹിപ്നോട്ടിക്സിന്റെ ഇത് പഠിച്ചിട്ടുള്ളതാണ്, ഡെഫിനിഷൻ പഠിച്ചിട്ടുള്ളതാണ്. സെഡേറ്റീവ്സ് ആർ ദോസ് ഡ്രഗ്സ് വിച്ച് വിൽ എന്താണ് കാം അവർ എന്താണ് നമ്മുടെ ആ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ്സിനെ എന്ത് ചെയ്യുന്നു, കാം ഡൗൺ ചെയ്യുന്നു. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വിത്തൗട്ട് പ്രൊഡ്യൂസിങ് സ്ലീപ്പ്. അതേസമയം ഹിപ്നോട്ടിക്സുകൾ എന്താ ചെയ്യുന്നത്, ദാറ്റ് വിൽ പ്രൊഡ്യൂസ് സ്ലീപ്പ് ആണ്. സോ ട്രാൻക്വിലൈസേഴ്സിന് സെയിം ആക്ഷൻ തന്നെയാണ്, സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാതെ വിത്തൗട്ട് പ്രൊഡ്യൂസിങ് സ്ലീപ്പ് ദേ വിൽ പ്രൊഡ്യൂസ് എ സെഡേറ്റീവ് എഫക്റ്റ് ആണ് ട്രാൻക്വിലൈസേഴ്സിന് കിട്ടുക. ദേ ആർ എസെൻഷ്യലി യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ സിംപ്റ്റോമാറ്റിക് ട്രീറ്റ്മെന്റ് ഓഫ് സൈക്കോസിസ് such as schizophrenia and organic psychosis. അപ്പം ട്രാൻക്വിലൈസേഴ്സ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത് രണ്ട് കണ്ടീഷൻസിലാണ്. ഒന്ന് ഷിസോഫ്രീനിയ ഉള്ള ആളുകളിലും പിന്നെ സൈക്കോസിസ് ഉള്ള ആളുകളിലുമാണ് നമ്മൾ അവരിൽ കാണപ്പെടുന്ന സിംറ്റംസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നവയാണ് ട്രാൻക്വിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഷിസോഫ്രീനിയുമായിട്ട് ബന്ധപ്പെട്ട സിംറ്റംസ് രോഗത്തിനല്ല ഉപയോഗിക്കുന്നത്, രോഗവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായേക്കാവുന്ന സിംറ്റംസിനെയാണ് ഇവ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ഈ ഷിസോഫ്രീനിയ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായേക്കാവുന്ന സിംറ്റംസ് രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തെ സിംറ്റംസിനെ പോസിറ്റീവ് സിംറ്റം എന്നും രണ്ടാമത്തേനെ നെഗറ്റീവ് സിംറ്റംസ് എന്നുമാണ് നമ്മൾ പറയുന്നത്. സോ എന്തൊക്കെയാണ് ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തത് പോസിറ്റീവ് സിംറ്റംസ് ആർ ദോസ് ദാറ്റ് ആർ നോട്ട് നോർമലി ഫൗണ്ട് ഇൻ എ ഹെൽത്തി ഇൻഡിവിജ്വൽസ് ഇൻക്ലൂഡിംഗ് ഹാലൂസിനേഷൻ, ഡെലൂഷൻ, തോട്ട് ഡിസോർഡേഴ്സ്. സോ എന്തൊക്കെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്? നോർമൽ ആളുകളിൽ കാണുന്ന ഒരു കാര്യമല്ല. സോ അവരിൽ കാണപ്പെടുന്ന ഈ പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത് ഒന്ന് ഹാലൂസിനേഷൻ ആണ്, പിന്നൊന്ന് ഡെലൂഷൻ, അതായത് ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണാൻ സാധിക്കും, അതാണ് ഡെലൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് തോട്ട് ഡിസോർഡേഴ്സ് ആണ്. ഇനി നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത് ലോസ് ഓഫ് quality normally present in a healthy individuals including impoverishment of the thought, blunted emotion, attention deficit and lack of motivation or initiative. ഒരു കാര്യത്തിലും താല്പര്യമില്ലായ്മ, അതാണ് മെയിൻ പ്രശ്നം നെഗറ്റീവ് സിംറ്റംസിൽ കാണാൻ കഴിയുന്നത്. അറ്റൻഷൻ ഡെഫിസിറ്റ്, അതായത് ഒരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ എന്ത് ചെയ്ത് ഉറപ്പിച്ച് ചെയ്യാൻ പറ്റാതെ വരിക. ഇതൊക്കെയാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഒക്കെ എന്തിൽ വരുന്നതാണ്, നെഗറ്റീവ് സിംറ്റംസിലെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതെല്ലാം ഷിസോഫ്രീനിയയുടെ ഓരോ സിംറ്റംസ് ആണ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ് ആണ്. ഈ സിംറ്റംസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ട്രാൻക്വിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഇവര് സെഡേറ്റീവ് ആക്ഷൻ ആണ് നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്നില്ല, അതറിഞ്ഞിരിക്കുക. സോ ഇത്രയും ഡ്രഗ്സ് ആണ് നമുക്ക് ട്രാൻക്വിലൈസേഴ്സിൽ പഠിക്കാനുള്ളത്. ഇതിന്റെ എല്ലാം കെമിക്കൽ ക്ലാസിഫിക്കേഷനും അതിൽ വരുന്ന ഡ്രഗ്സും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പ്രൊപ്പൈൽ ഡൈ ആൽക്കൈൽ അമിനോ സൈഡ് ചെയിൻ ഡെറിവേറ്റീവ് ആണ്. ഇതിലെ പ്രധാനപ്പെട്ട ഡ്രഗുകളാണ് റെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. ക്ലോർപ്രോമസിൻ വരുന്നുണ്ട്, ട്രൈഫ്ലൂപ്രോമസിൻ വരുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ്സുകളാണ്. ഇനി ഈതൈൽ പൈപ്രഡിൽ സൈഡ് ചെയിൻ ഉള്ള ഡ്രഗുകളാണ് തയോർഡസിൻ ആൻഡ് മിസോർഡസിൻ. ഇനി പ്രൊപ്പൈൽ പൈപ്പറസിൻ സൈഡ് ചെയിൻ വരുന്ന കെമിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്ന ഡ്രഗുകളാണ് ഫ്ലോക്രോപെറസിനും വരുന്നുണ്ട്, ട്രൈഫ്ലൂപെറസിൻസും വരുന്നുണ്ട്. ഇനി ബെൻസോഡാസെപ്പീൻ ഡെറിവേറ്റീവ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ട്രാൻക്വിലൈസേഴ്സിൽ വരുന്നതാണ് ക്ലോർഡാസിപ്പോക്സൈഡ് വരുന്നുണ്ട്, ഡയസിപ്പാം വരുന്നുണ്ട്, ലോറസിപ്പാം വരുന്നുണ്ട്. സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്യൂട്രോഫിനോൺ ഡെറിവേറ്റീവ്സ് യൂസ്ഡ് ആസ് ആന്റി സൈക്കോട്ടിക്സ് എന്നുള്ള ചോദ്യം. അതിൽ വരുന്ന ഡ്രഗ് ആരൊക്കെയാണ്? ഹാലോപെരിഡോളും വരുന്നുണ്ട്, ട്രൈപെരിഡോളും വരുന്നുണ്ട്, ഡ്രോപെരിഡോൾ വരുന്നുണ്ട്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ് ഫ്ലൂറോ ബ്യൂട്രോഫിനോൺ ഡെറിവേറ്റീവ്. അതിൽ വരുന്ന ഡ്രഗ് ഹാലോപെരിഡോൾ, ട്രൈപെരിഡോൾ ആൻഡ് ഡ്രോപെരിഡോൾ. പിന്നെ നമ്മൾ ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് ആയിട്ട് പഠിക്കുന്ന റവോൾഫിയ ആൽക്കലോയിഡ്സ്, അതായത് റിസർപ്പിൻ, ഇതിനും എന്ത് പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പറയുന്നത്? ട്രാൻക്വിലൈസിംഗ് പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ തയോസാന്തിൻ ഡെറിവേറ്റീവ് ആണ് ക്ലോർപ്രോതിക്സിൻ, ക്ലോപെൻതിക്സോൾ, ഫ്ലൂപെൻതിക്സോൾ, തയോതിക്സിൻ. ഇതൊക്കെയാണ് മറ്റു ട്രാൻക്വിലൈസേഴ്സുകൾ. പിന്നെ ഡൈബെൻസോക്സപ്പീൻ ഡെറിവേറ്റീവ് ആണ് ലോക്സപ്പീൻ സക്സിനേറ്റ്.
പിന്നെ ഡൈബെൻസോ ഡൈഅസപ്പിൻ ഡെറിവേറ്റീവ് ആണ് ക്ലോസപ്പിൻ. ഈ ഡ്രഗ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഡൈഫിനൈൽ ബ്യൂട്ടൈൽ പൈപ്രിഡിൻ ഡെറിവേറ്റീവ് ആണ് പിമോസൈഡ്. തൈഎൻബിനോ ഡൈസപ്പിൻ ഡെറിവേറ്റീവ് ആണ് ഒലാൻസെപ്പിൻ. ഓക്കെ, സോ ദ ആന്റി സൈക്കോട്ടിക്സിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി വായിക്കുന്നത് തന്നെയാണ്. അതിൽ ഡ്രഗ്സുകളാണ് മിക്കതും. സോ അത്രയ്ക്ക് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ദർ ആൾസോ ട്രാൻകുലൈസേഴ്സ് ആക്ഷനും വരുന്നുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഓരോരോ ഡ്രഗ്സ് ആയിട്ട് നോക്കാം. നമുക്ക് വേണ്ടുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ്സ് മാത്രം നോക്കിയാൽ മതി, എല്ലാം വാരി വലിച്ചു നോക്കണ്ട. ഒന്നാമത്തത് ക്ലോർപ്രോമസിൻ. സോ ഇതാണ് ക്ലോർപ്രോമസിന്റെ സ്ട്രക്ചർ. ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഒരു വൈറ്റ്, ഓൾമോസ്റ്റ് വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ ആണ്, ഫ്രീലി soluble in ethanol and well soluble in water. The drug has a significant sedative and hypotensive property and possibly reflecting the central and peripheral alpha-1 noradrenergic blocking activity, and they having a peripheral anticholinergic activity, used as a dopamine receptor antagonist and neuroleptic. നോക്കിയേ, ട്രാൻകുലൈസിംഗ് എഫക്റ്റ് ഉള്ള ഫസ്റ്റ് ഡ്രഗ് ആയ ക്ലോർപ്രോമസിന് എന്തൊക്കെ എക്സ്ട്രാ എഫക്റ്റുകളുണ്ടെന്ന് നോക്കി. അഡീഷണൽ പ്രോപ്പർട്ടീസ് ആണ് കൂടുതൽ. എന്തൊക്കെയാണ്? സെഡേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, അതെന്തായാലും വേണം, അതുകൊണ്ടാണല്ലോ ട്രാൻകുലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹൈപ്പോടെൻസീവ് ആക്ഷൻ ഉണ്ട്, അതായത് ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കാൻ കഴിവുണ്ട്. ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കാൻ കഴിവ് ഉള്ളതുകൊണ്ടെന്ന് വെച്ചാൽ ആൽഫ ബ്ലോക്കിംഗ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ആൽഫ-1 ബ്ലോക്കേഴ്സ് പഠിച്ചിട്ടുണ്ട്, പ്രാസോസിൻ, ടെറാസോസിൻ ഒക്കെ. ആ ടെറാസോസിൻ, പ്രാസോസിനെയൊക്കെ പോലെ ഈ ഡ്രഗിനും, അതായത് ക്ലോർപ്രോമസിനും ആൽഫ-1 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണ് അതിന് ഹൈപ്പോടെൻസീവ് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതൊരു എക്സ്ട്രാ പ്രോപ്പർട്ടിയാണ്, ഒരു അഡീഷണൽ പ്രോപ്പർട്ടിയാണ്. പിന്നെ ഇതിന് ആന്റി കോളിനർജിക് ആക്ടിവിറ്റി ഉണ്ട്, അതും ഒരു അഡീഷണൽ പ്രോപ്പർട്ടിയാണ്. കൂടാതെ ഡോപ്പമിൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആണത്. ആൻഡ് ഫൈനലി ഇറ്റ് ഇസ് എ ന്യൂറോലെപ്റ്റിക് ഏജന്റും കൂടെയാണ്. ഇനി ഇതിന്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് എയറോ ലൈറ്റിന്റെയോ എക്സ്പോഷറിൽ ഇത് ഡീകമ്പോസ് ചെയ്ത് പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും വെൽ ക്ലോസ്ഡ് ആയിട്ടുള്ള എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ പ്രൊട്ടക്റ്റഡ് ഫ്രം ലൈറ്റ്, ഈ കണ്ടീഷൻ വേണം ഇതിന് നമ്മൾ സ്റ്റോറേജിൽ നോക്കേണ്ടത്. ഇതിൽ ക്ലോർപ്രോമസിനിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ അഡീഷണൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സെഡേറ്റീവ് പ്രോപ്പർട്ടി കൂടാതെ ക്ലോർപ്രോമസിനുള്ള അഡീഷണൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ഹൈപ്പോടെൻസീവ് ആക്ഷൻ ആൻഡ് ആന്റികോളിനർജിക് പ്രോപ്പർട്ടി, ഡോപ്പമിൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആൻഡ് ന്യൂറോലെപ്റ്റിക്. ഈ ഡോപ്പമിൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് പ്രോപ്പർട്ടി ഉള്ളത് നമുക്കൊരു പ്രശ്നമാകുന്നുണ്ട്. എന്തായിരിക്കും? ഡോപ്പമിൻ റിസപ്റ്ററിനെ എന്ത് ചെയ്യാണ്? ആന്റഗോണിസ്റ്റിക് ചെയ്യാണ്, അതായത് ഡോപ്പമിന്റെ ആക്ഷനെ കുറയ്ക്കുകയാണ്. നമ്മുടെ ബോഡിയിൽ ഡോപ്പമിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? പാർക്കിൻസോണിസം സിംറ്റംസ് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിനെ നമ്മൾ എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട് എന്നാണ് പറയുന്നത്. സോ ക്ലോർപ്രോമസിൻ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ എന്തിനുള്ള ചാൻസ് ഉണ്ട്? എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ഡ്രഗ് പ്രോക്ലോപെറസിൻസ് ആണ്. വൈറ്റ് pale yellow crystalline powder, well soluble in water and alcohol, potent on milligram basis, അതായത് വളരെ പൊട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ് ആണെന്നുള്ള അതിന്റെ അർത്ഥം. പിന്നെ കണ്ടോ, എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് എന്തൊക്കെയാണ്. ഈ ഡോപ്പമിൻ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് ഡോപ്പമിന്റെ അളവ് അങ്ങ് കുറഞ്ഞു പോകും. അങ്ങനെ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദി ആന്റി എമറ്റിക് എഫക്റ്റ് ഉണ്ട്. പ്രോക്ലോപെറസിൻ എന്ത് എഫക്റ്റും കൂടെ ഉണ്ട്? ആന്റി എമറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. നോട്ട് ഫോർ ഇറ്റ്സ് ആന്റി സൈക്കോട്ടിക് എഫക്ട്, യൂസ്ഡ് ആസ് എ ഡോപ്പമിൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആൻഡ് ന്യൂറോലെപ്റ്റിക്. മെയിൻ സ്റ്റോറേജ് ഒക്കെ സെയിം തന്നെയാണ്, ക്ലോർപ്രോമസിനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പ്രോക്ലോപെറസിന്റെയും സ്റ്റോറേജും. ഇതിന്റെ മെയിൻ യൂസ് എന്താണ്? ആന്റി എമറ്റിക് ആയിട്ടാണ് പ്രധാനമായിട്ടൊരു യൂസ് വരുന്നത്. അടുത്ത ഡ്രഗ് പ്ലോക്ലോപെറസിൻ ആണ്. പ്രോക്ലോപെറസിൻ അത് നമ്മൾ പറഞ്ഞാണ്, EPSന്റെ കാര്യമല്ല, റിപ്പീറ്റ് ആയിട്ട് വന്നാണ്. അടുത്ത ഡ്രഗ് ട്രൈഫ്ലൂപെറസിൻ ആണ്. ഇപ്പൊ ക്ലോർപ്രോമസിനായി, പ്രോക്ലോപെറസിനായി, അടുത്ത ഡ്രഗ് എന്താണ്? ട്രൈഫ്ലൂപെറസിൻ. പ്രോപ്പർട്ടീസ് വൈറ്റ് ടു പെയിൽ യെല്ലോ, ക്രിസ്റ്റലൈൻ പൗഡർ, ഹൈഗ്രോസ്കോപ്പിക് ഇൻ നേച്ചർ, അതായത് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ആൽക്കഹോളിൽ സോലുബിൾ ആണ്, വാട്ടറിൽ ഫ്രീലി സോലുബിൾ ആണ്. ലോവർ സെഡേറ്റീവ് ആൻഡ് ഹൈപ്പോടെൻസി എഫക്ട് എല്ലാം ഇനി ക്ലോർപ്രോമസിനുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്.
ഇപ്പൊ ക്ലോർപ്രോമസീനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെഡേറ്റീവ് ആക്ഷനും ഹൈപ്പോട്ടൻസി എഫക്റ്റ് ഒക്കെ എന്താണ്, കുറവാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റോറേജ് വലിയ കാര്യമില്ല. പിന്നെ എന്താണ്, ഗ്രേറ്റർ ആന്റി സൈക്കോട്ടിക് എഫക്റ്റ് പക്ഷെ എന്തുകൊണ്ട് നല്ലപോലെ ഉണ്ട്. പിന്നെ ഡോപ്പമിൻ റിസപ്റ്റർ അന്റഗോണിസ്റ്റും ആണ്, ന്യൂറോലെപ്റ്റിക് ആക്ഷനും ഉണ്ട്. ഡ്രഗിന്റെ പേരെന്തായിരുന്നു? ട്രൈഫ്ലൂപെറസീൻ. അടുത്ത ഡ്രഗ് ക്ലോർഡാസിപ്പോക്സൈഡ്. white or slightly yellow crystalline powder sparingly soluble in ethanol and soluble in water. ഇതും ആൻസിയോലൈറ്റിക് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ആൻസിയോലൈറ്റിക് പ്രൊഡക്റ്റ് ആണ്, കമ്പൈൻഡ് വിത്ത് ആന്റി കോളർജിക് ആൻഡ് ആന്റി ഡിപ്രസന്റ് ഏജന്റ്. അഡ്വേഴ്സ് എഫക്റ്റ് വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ EPS അഥവാ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഈ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് എന്ന് പറഞ്ഞിരിക്കുക? ഒന്ന് അറ്റാക്സിയ, ഡ്രൗസിനസ്, കൺഫ്യൂഷൻ, skin eruptions, edema, menstrual irregularities, nausea and constipation. Extramural symptomsന്റെ കൂടൊപ്പം തന്നെ ഡിക്രീസ്ഡ് ലിബിഡോ ഉണ്ട്. ഓക്കെ, ഡ്രഗിന്റെ പേരെന്തായിരുന്നു? ക്ലോർഡാസിപ്പോക്സൈഡ്. അപ്പൊ ഇതെല്ലാം EPS ഉണ്ടാക്കുന്നത് അഥവാ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് ഉണ്ടാക്കുന്നതാണ്. എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് ഉണ്ടാക്കുന്നതിന്റെ കാരണം എന്താണ്? ഡോപ്പമിൻ റിസപ്റ്റർ ബ്ലോക്കേജ് ആക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അടുത്ത മെയിൻ ഡ്രഗ് ഡയസിപ്പാം ആണ്. ഡയസിപ്പാം ഒരു ഓൾമോസ്റ്റ് വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ ആണ്. എഥനോളിൽ സോലുബിൾ ആണ്, വാട്ടറിൽ സ്ലൈറ്റ്ലി സോലുബിൾ ആണ്. ഇനി ഡയസിപ്പാം നമുക്കറിയാം സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക് ആണ്. കൂടാതെ ഡയസിപ്പാമിന്റെ യൂസ് എന്ന് പറയുന്നത് സ്കെൽറ്റൽ മസിൽ റിലാക്സന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു. ആന്റി കൺവൾസന്റ് പ്രോപ്പർട്ടി ഉള്ള ഡ്രഗ് ആണ് ഡയസിപ്പാം. ആന്റി ആൻസൈറ്റി ഏജന്റ് ആണ്. അതുകൊണ്ടാണല്ലോ സെഡേറ്റീവ് എന്നുള്ള കാറ്റഗറി നമ്മൾ ഇട്ടിരിക്കുന്നത്. പിന്നെ ഡയസിപ്പാം എടുക്കുന്ന പേഷ്യന്റ് ആന്റി ഹിസ്റ്റമിൻ ഡ്രഗ് എടുക്കുമ്പോൾ നൈറ്റ് ടൈമിൽ വേണം യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ ഹെവി മെഷീനറീസ് യൂസ് ചെയ്യുന്നവര് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നവരൊന്നും ആന്റി ഹിസ്റ്റമിനിക് ഡ്രഗുകൾ പകൽ സമയത്ത് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. വെച്ചാൽ ഒരു ചെറിയ സെഡേറ്റീവ് എഫക്റ്റ് ഉണ്ട്, നമുക്കൊരു മയങ്ങാനുള്ള ചാൻസ് ഉണ്ട്. സോ അതേപോലെ തന്നെ ഡയസിപ്പാം എടുക്കുന്നവരിൽ നമുക്ക് പറയേണ്ട ഒരു പോയിന്റ് ആണ്, പേഷ്യൻസ് ഓൺ ദ ഡ്രഗ് ഷുഡ് ബി കോഷൻ നോട്ട് ടു ഡ്രൈവ് ആൻ ഓട്ടോമൊബൈൽ ഓർ ടു ഓപ്പറേറ്റ് ഡേഞ്ചറസ് മെഷീനറി until a few days after the drug has been discontinued. മരുന്ന് നിർത്തിയതിനു ശേഷം ഈ പകൽ സമയത്ത് ഹെവി മെഷീനറീസും ഡ്രൈവിംഗ് ചെയ്യുന്നവരൊന്നും ഈ മരുന്ന് ആ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. കാരണം സെഡേറ്റീവ് എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പോയിന്റ് നമ്മൾ പറയേണ്ടത്. നമ്മള് ഡയസിപ്പാം എന്തൊക്കെ അസുഖങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നുള്ളത്? ഒന്ന് ഷോർട്ട് ടേം മാനേജ്മെന്റ് ഓഫ് ആൻസൈറ്റിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോർ ഇൻസോംനിയ അസോസിയേറ്റഡ് വിത്ത് ആൻസൈറ്റി, അതായത് ഉറക്കമില്ലായ്മയാണ് ഇൻസോംനിയ എന്ന് പറയുന്നത്. പിന്നെ സ്ലീപ്പ് വാക്കിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്, നൈറ്റ് ടെറേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രീ അനസ്തെറ്റിക് ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന പേഷ്യന്റിൽ ഒരു പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സീഷറിൽ ആന്റി സീഷർ ഏജന്റ് ആയിട്ട് ആന്റി എപ്പിലെപ്റ്റിക് ഏജന്റ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഡയസിപ്പാമിന്റെ തെറാപ്യൂട്ടിക് യൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ മസിൽ സ്പാസത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഒരു മസിൽ റിലാക്സന്റ് ആക്ഷൻ ഉണ്ട് ഡയസിപ്പാമിന്. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ഇൻ സിവിയർ സ്പാസ്റ്റിക് ഡിസോർഡേഴ്സിലും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഡയസിപ്പാം എന്ന് പറയുന്നത് ഒരുപാട് തെറാപ്യൂട്ടിക് യൂസ് ഉള്ള ഡ്രഗ് ആണ്. ട്രാൻക്വലൈസിങ് എഫക്റ്റ് ഉണ്ട്, സെഡേറ്റീവ് ആക്ഷൻ ഉണ്ട്, മസിൽ റിലാക്സന്റ് ആണ്, പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തെറാപ്യൂട്ടിക് യൂസ് ഉള്ള ഡ്രഗ് ആണ്. എല്ലാത്തിന്റെയും ഡോസ് അറിഞ്ഞിരിക്കേണ്ട, തെറാപ്യൂട്ടിക് യൂസ് അറിഞ്ഞിരിക്കണം. അടുത്ത ഡ്രഗ് ലോറസിപ്പാം. ലോറസിപ്പാമും ഒരു ഓൾമോസ്റ്റ് വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ ആണ്. വെള്ളത്തില് ഇൻസോലബിൾ ആണ്, അതേസമയം എഥനോളില് സ്പേറിംഗ്ലി സോലബിൾ ആണ്. ഇനി മെഥിലീൻ ക്ലോറൈഡിലാണെങ്കിൽ സ്പേറിംഗ്ലി സോലബിൾ ആണ്. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, പോളിമോർഫിസം എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. ഇതിനൊരു സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക് ആക്ഷൻ ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ ഡയസിപ്പാമിന്റെ അതേ മെക്കാനിസം ഓഫ് ആക്ഷൻ തന്നെയാണ് ലോറസിപ്പാമിനും, സ്ട്രക്ചർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അടുത്തത് ട്രൈപെരിഡോൾ എന്ന് പറയുന്ന ഡ്രഗ് ആണ്. ട്രാൻക്വലൈസിസിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രഗ്സ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ.
ട്രൈപെറിഡോൾ ഒരു വൈറ്റ് ഓർ നിയർലി വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ, സ്ലൈറ്റ് ഒരു ഓർഡർ ഉണ്ട്, പിന്നെ ലൈറ്റ് അഫക്റ്റഡ് ആണ്, വെള്ളത്തിൽ സോലുബിൾ ആണ്, വാട്ടറിൽ സോലുബിൾ ആണ്, അൺഹൈഡ്രസ് ആൽക്കഹോളിലും സോലുബിൾ ആണ്, ക്ലോറോഫോമിലും സോലുബിലിറ്റി ഉണ്ട്. ജസ്റ്റ് പേരും കെമിക്കൽ ക്ലാസിഫിക്കേഷൻ മാത്രം മതിയാവും. അടുത്തത് ലാസ്റ്റ് വൺ ഈസ് മെപ്രോബാമേറ്റ്. ജസ്റ്റ് സ്ട്രക്ചർ മാത്രം നോക്കിയാൽ മതി, ക്ലാസിഫിക്കേഷൻ മാത്രം നോക്കിയാൽ മതി. ട്രാൻക്വലൈസേഴ്സ് എന്നൊക്കെ കൂടുതലും കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ നിന്ന് മാത്രമേ ചോദ്യം കണ്ടിട്ടുള്ളൂ. പിന്നെ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ ഏത് ഡ്രഗ് ആണ്, ക്ലോർപ്രൊമസിൻ ആണോ, ട്രൈഫ്ലൂപെറസിൻ ആണോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളൂ. കെമിക്കൽ ക്ലാസിഫിക്കേഷനും എക്സാമ്പിളും ഫോക്കസ് ചെയ്ത് നോക്കുക. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ട്രാൻക്വലൈസേഴ്സ് എന്നുള്ള ചാപ്റ്റർ. താങ്ക് യു.